തപാൽ ജീവനക്കാരുടെ സംയുക്ത സമ്മേളനം പാലക്കാട് കെ.ജി. ബോസ് ഭവനിൽ നടന്നു. തപാൽ സ്വകാര്യവൽക്കരണം ചെറുക്കുന്നതിന് ജീവനക്കാർ ഒന്നിച്ചണിനിരക്കാൻ സമ്മേളനം ആഹ്വാനം ചെയ്തു. നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ്, ഓൾ ഇന്ത്യ ഗ്രാമീൺ ഡാക് സേവക് യൂണിയൻ സംഘടനകളുടെ പാലക്കാട് ഡിവിഷൻ സംയുക്ത സമ്മേളനമാണ് നടന്നത്. 175 വർഷം പാരമ്പര്യമുള്ള ഇന്ത്യൻ തപാൽ സർവീസിനെ മെക്കൻസി TSR സുബ്രഹ്മണ്യൻ കമ്മിറ്റി റിപ്പോർട്ട് ഉപയോഗപ്പെടുത്തി സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, പോസ്റ്റ് ഓഫീസിൽ നിന്നും പോസ്റ്റുമാൻമാരെ മാറ്റി നിർത്തി IDC നടപ്പിലാക്കാനുള്ള തീരുമാനം പിൻവലിക്കുക, RMS ഓഫീസുകൾ അടച്ചുപൂട്ടാനുള്ള നീക്കം ഉപേക്ഷിക്കുക, NPS-ഉം UPS-ഉം നടപ്പിലാക്കി ജീവനക്കാരെ തെരുവിലേക്ക് വലിച്ചെറിയാനുള്ള പ്രവണത അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു. കെ. രാധാകൃഷ്ണൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു ശ്രമമാണ് തൊണ്ണൂറിൽ ഡിസ്ട്രിബ്യൂഷൻ ലോകത്തായിരുന്നത്. സ്വാഭാവികമായിട്ടും അന്ന് തന്നെ ചിന്തിക്കുന്ന തൊഴിലാളി വർഗവും അല്ലെങ്കിൽ പുരോഗമനാശയമുള്ളവരെല്ലാം ഇത് സമത്വം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നതാകില്ല, അസമത്വങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമേ കഴിയൂ എന്ന് കൃത്യതയോട് കൂടി അങ്ങനെ കൃത്യതയോട് പറഞ്ഞപ്പോഴും അത് ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മുടെ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം തയ്യാറാണ്. ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ സംഘടനകളെല്ലാം വന്ന് ശക്തമായി പറഞ്ഞു. ഇത് ഭാവി തൊഴിലാളി വർഗത്തിന് അല്ലെങ്കിൽ നാടിന് വലിയ ആപത്തായി ആരോഗ്യമാണ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് വേണ്ടത് ഉൾക്കൊള്ളാൻ വേണ്ടി തയ്യാറായി. കേൾക്കുന്നില്ലേ? കേട്ടില്ലെങ്കിൽ കേൾക്കും. പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രസിഡന്റ് S. സുരേഷ് ബാബു അധ്യക്ഷനായി. NFPE സർക്കിൾ കൺവീനർ N. വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. AIGDSU അഖിലേന്ത്യാ അസിസ്റ്റന്റ് സെക്രട്ടറി A. ഗോപാലകൃഷ്ണൻ നായർ, സർക്കിൾ സെക്രട്ടറി MT സുരേഷ്, അജില, പ്രസീല, PS രവീന്ദ്രനാഥ് എന്നിവർ പ്രസംഗിച്ചു. കലാകായിക താരങ്ങൾക്ക് സമ്മാനദാനം, ആദരിക്കൽ എന്നിവയും ചടങ്ങിൽ നടന്നു. ഡിവിഷണൽ സെക്രട്ടറി VP വൈശാഖ് സ്വാഗതവും TP വിൻസെന്റ് നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.